ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 5 CBSE ഹിന്ദി ചാപ്റ്റർ 1 രാഖ് കി രസി. രാഖ് കി രസി എന്ന പാഠത്തിൽ തിബത്തിലെ ഒരു മന്ത്രിയായ ശ്രീ ലോൻപോ ഗാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കനായ മകൻ്റെയും കഥയാണ് പറയുന്നത്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ലോൻപോ ഗാർ तिब्बत के 32वें राजा സൗനകവസേൻ ഗാംപോ के मंत्री थे. അപ്പം ലോൻപോ ഗാർ തിബ്ബത്തിലെ 32വേ രാജ, 32 എന്ന് വെച്ച് കഴിഞ്ഞാൽ 32. അപ്പം തിബ്ബത്തിലെ 32 രാജാവായ സൗനകവസേൻ ഗാംപോയുടെ മന്ത്രിയായിരുന്നു. വേ അപ്നി ചാലാക്കി और हाजिर जवाबी के लिए दूर दूर तक मशहूर थे. അപ്പം ചാലാക്കി എന്ന് വെച്ചാൽ യുക്തി, ഹാസിർ ജവാബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് വിറ്റഡ്, പെട്ടെന്നുള്ള വിവേകം. അതായത് പെട്ടെന്നുള്ള ഒരു കാര്യത്തിനോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള, പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഹാസിർ ജവാബി. അപ്പോൾ ഈ ലോൻപോ ഗാർ എന്ന മന്ത്രി വളരെ ഹാസിർ ജവാബിയായിട്ടും ചാലാക്കിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കോയി ഉൻകെ സാമനെ ടിക്താനത, ആരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരുപാട് കളിക്കാനൊന്നും ചെല്ലത്തില്ലായിരുന്നു. ചെയിൻ സി ജിന്ദഗി ചൽ രഹി തി. അങ്ങനെ ലോൻപോ ഗാറിൻ്റെ ജീവിതം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. മഗർ ജബ് സെ ഉൻകാ ബേട്ട ബഡാ ഹുവാ ഉൻകെ ലിയെ ചിന്താ കാ വിഷയ ബനാ ഹുവാ ത. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ വലുതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ പല പല ചിന്തകളും വന്നു, ചിന്തിക്കാനുള്ള പല പല വിഷയങ്ങളും ഉണ്ടായി. എന്താണ് കാരൺ യഹ് താക്കി വഹ് ബഹുത്ത് ഭോലാത്ത. അപ്പോൾ ഈ ലോൻപോ ഗാർ എന്ന മന്ത്രി മകൻ വളർന്നു വരുംതോറും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൂടി വന്നു, ചിന്തകളുണ്ടായി. അത്രയും നാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ചിന്ത ഉണ്ടാവാനുള്ള കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ മകൻ വളരെ നിഷ്കളങ്കനായിരുന്നു. ഇപ്പം നിഷ്കളങ്കനായിരിക്കുമ്പം ചിന്ത വരാനുള്ള കാര്യം എന്താണെന്ന് നമുക്ക് ഇനി വായിക്കുമ്പോൾ മനസ്സിലാവും. ഹോഷിയാരി ഉസേ ഛൂ കർ ബി നഹി ഗയി തി. ഹോഷിയാരി എന്ന് വെച്ചാൽ ക്ലവർനെസ്, ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ മകന് ഇല്ലായിരുന്നു. അങ്ങനൊരു സ്വഭാവം അദ്ദേഹത്തെ തൊട്ടുപോലും തീണ്ടിയിട്ടില്ലായിരുന്നു. അതാണ് ചൂക്കർ ബി നഹി ഗയി തി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ലോൻപോ ഗാറിനെ സോച്ച, മേരാ ബേട്ട ബഹുത് സീതാ സാദാ ഹേ, മേരെ ബാദ് ഇസ്കാ കാം കൈസേ ചലേഗ. അപ്പോൾ ലോൻപോ ഗാറിൻ്റെ മകൻ വളരെ നിഷ്കളങ്കനും അത്ര ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയുമാണ്. അപ്പം ആ മകൻ വളർന്നു വന്നപ്പോൾ ലോൻപോ ഗാറിൻ്റെ ടെൻഷൻ ഇതായിരുന്നു. എന്തുകൊണ്ടാണ് ലോൻപോ ഗാർ ഈ ബുദ്ധിയില്ലായ്മയിലും ഒക്കെ വിഷമിച്ചത്? കാര്യം അദ്ദേഹത്തിൻ്റെ മകൻ വളരെ സീതാസാദ, വളരെ നേരെ പോ ആറ്റിറ്റ്യൂഡാണ്. അപ്പം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തി ഇതേപോലെ ഒരു രാജ്യത്ത് എങ്ങനെ, അതായത് ഈ ഒരു മന്ത്രിയുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് അദ്ദേഹത്തിന് ടെൻഷനായി. കാര്യം വളരെ സീതാസാദയും നിഷ്കളങ്കനുമായൊരു വ്യക്തി, ഒരുപാട് സ്വത്തും ഉണ്ട്. അപ്പം അത് നോക്കി നടത്തുന്ന അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം ഈ മകൻ എങ്ങനെ ഈ സ്വത്തും ഇതെല്ലാം നോക്കി നടത്തും എന്നുള്ള ടെൻഷനാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഏക് ദിൻ लोनपो गार ने अपने बेटे को 100 भेड़े देते हुए कहा, तुम इन्हें लेकर शहर जाओ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലോൻപോ ഗാർ അദ്ദേഹത്തിൻ്റെ മകന് 100 ഭേഡേ എന്ന് വെച്ചാൽ ഷീപ്പ്, 100 എന്ന് വെച്ചാൽ 100, 100 ഭേഡേ എന്ന് വെച്ചാൽ 100 ഷീപ്പ്. അപ്പോൾ ഒരു ദിവസം ലോൻപോ ഗാർ അദ്ദേഹത്തിൻ്റെ മകന് 100 ഷീപ്പ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്താണ്? തും ഇനെ ലേക്കർ ഷഹർ ജാവൂ, നീ ഇതും കൊണ്ട് സിറ്റി പോകൂ. ഷഹർ എന്ന് വെച്ചാൽ സിറ്റി. മഗർ ഇനെ മാർന യാ ബേച്ചന നഹി, മാർന എന്ന് വെച്ചാൽ കൊല്ലുക, ബേച്ചന എന്ന് വെച്ചാൽ വിൽക്കുക. അപ്പോൾ ലോൻപോ ഗാർ ഈ 100 ഷീപ്പിനെ മകന് കൊടുത്ത ശേഷം പറഞ്ഞു, നീ ഇതിനെയും കൊണ്ട് സിറ്റിയിൽ പോവുക, ഷഹറിൽ പോവുക. പക്ഷേ ഇതിനെ കൊല്ലാനോ വിൽക്കാനോ പാടില്ല. ഇനി വാപ്പസ് ലാന 100 ജൗ കെ ബോരോം കെ സാത്ത്. ഇതിനെ കൊല്ലാനും വിൽക്കാനും പാടില്ല, പക്ഷേ ഇതിനെ തിരികെ കൊണ്ടുവരുന്നത്, വാപ്പസ് ലാന എന്ന് വെച്ചാൽ തിരികെ കൊണ്ടുവരിക. അപ്പോൾ ഈ ഷീപ്പിനെ ഫുൾ തിരികെ കൊണ്ടുവരണം. എങ്ങനെ? ഈ ഷീപ്പിൻ്റെ കൂടെ 100 ജൗ കെ ബോരോം, ജൗ കെ ബോരോം എന്ന് വെച്ചാൽ ബാർലി സാക്സ്,
100 ബാർലി ചാക്കുകളുമായിട്ട് വേണം നീ തിരിച്ചു വരാൻ. അതായത് ഈ ലോൻപോകാർ മകൻ്റെ കയ്യിൽ 100 ഷീപ്പിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ കൊണ്ട് ഷെഹറിൽ പോവുക, സിറ്റിയിൽ പോവുക, സിറ്റിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ 100 ഷീപ്പും കാണണം, അതിൻ്റെ കൂടെ 100 ബാർലി സാക്സും കാണണം. വർണ്ണ മൈ തുമേ ഘർ മേ നഹി ഗുസ്നെ ദൂങ്ക. ഗുസ്ന എന്ന് വെച്ചാൽ എൻ്റർ, വീട്ടിലേക്ക് എൻ്റർ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ മന്ത്രി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മകനോട്, ഈ ഷീപ്പിൻ്റെ കൂടെ 100 ചാക്ക് ബാർലി ഇല്ലാതെ തിരികെ വന്നാൽ നിന്നെ ഞാൻ വീട്ടിൽ കയറ്റില്ല എന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം ഇസ്കേ ബാദ് ഉൻഹോനെ ബേട്ടേക്കോ ഷെഹർ കി തരഫ് രവാന കിയ. രവാന കർണ എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്, അതായത് പുറപ്പെടുക. അപ്പോൾ ഇത്രയും അദ്ദേഹം മകനോട് പറഞ്ഞ ശേഷം മകനെ സിറ്റിയിലേക്ക് യാത്രയാക്കി. ലോൻപോകാർ കാ ബേട്ട ഷെഹർ പहुंच गया. പहुंचന എന്ന് വെച്ചാൽ എത്തുക, ടു റീച്ച്. അങ്ങനെ ലോൻപോകാറിൻ്റെ മകൻ സിറ്റിയിൽ എത്തിച്ചേർന്നു. മഗർ ഇത്തനെ ബോരെ ജൗ ഖരീദനെ കെ ലിയെ ഉസ്കെ പാസ് രുപയേ ഹി കഹാത്തെ. പക്ഷേ ഈ 100 ചാക്ക് ബാർലി മേടിക്കാനുള്ള പൈസ, ഖരീദനാന്ന് വെച്ചാൽ മേടിക്കുക, മേടിക്കാനുള്ള പൈസ അവൻ്റെ കയ്യിൽ എവിടുന്നാ? വഹ് ഇസ് സമസ്യ പർ സോച്നെ വിചാരനെ കെ ലിയെ സഡക് കിനാരെ ബൈഠ് ഗയ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ലോൻപോകാറിൻ്റെ മകൻ റോഡിൻ്റെ സൈഡിൽ ഇരുന്നു. ബൈഠ്ന എന്ന് വെച്ചാൽ ഇരിക്കുക, സഡക്ക് എന്ന് വെച്ചാൽ റോഡ്, കിനാരെ എന്ന് വെച്ചാൽ സൈഡ്. മഗർ കോയി ഹൽ ഉസ്കി സമജ് മേ ഹി നഹി ആ രഹാ താ. ഹൽ എന്ന് വെച്ചാൽ സൊല്യൂഷൻ. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനും അവൻ്റെ മൈൻഡിലേക്ക് വന്നില്ല. വഹ് ബഹുത്ത് ദുഃഖിത, അത് കാരണം അവൻ ഒരുപാട് ദുഃഖിച്ചു. തബി ഏക് ലഡ്കി ഉസ്കെ സാമനെ ആ ഖടി ഹുയി. ആ സമയത്ത് ഒരു പെൺകുട്ടി അവൻ്റെ മുന്നിൽ വന്നു നിന്നു. ക്യാ ബാത് ഹേ തും ഇത്തനെ ദുഃഖി ക്യോ ഹോ. ആ പെൺകുട്ടി ചോദിച്ചു, എന്ത് കാര്യമാണ് നീ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? ലോൻപോകാർ കെ ബേട്ടേനെ അപ്ന ഹാൽ കഹ് സുനായ. അപ്പോൾ ലോൻപോകാറിൻ്റെ മകൻ ആ പെൺകുട്ടിയോട് തൻ്റെ കണ്ടീഷൻ പറഞ്ഞു, തൻ്റെ ഈ അവസ്ഥ പറഞ്ഞു കേൾപ്പിച്ചു. ഇസ്മേ ഇത്നാ ദുഃഖി ഹോനെ കി കോയി ബാത് നഹി, മൈ ഇസ്കാ ഹൽ നിക്കാൽ ദേത്തി ഹൂ. അപ്പോൾ ആ പെൺകുട്ടിയുടെ മറുപടി ഇതായിരുന്നു, എന്ത്? ഇസ്മേ ഇത്നാ ദുഃഖി ഹോനെ കി കോയി ബാത് നഹി, ഈ കാര്യത്തിൽ ഇത്രയും ദുഃഖിക്കേണ്ട കാര്യമില്ല. മൈ ഇസ്കാ ഹൽ നിക്കാൽ ദേത്തി ഹൂ, ഞാനിത് ശരിയാക്കി തരാം. ഇത്നാ कहकर लड़की ने फेड़ों के बार उतारे और उन्हें बाजार में बेच दिया. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഇത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഈ ഷീപ്പുകളുടെ എല്ലാം രോമം വെട്ടിമാറ്റിയ ശേഷം അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. ജോ രുപയെ മിലെ ഉനെ ജൗ കെ 100 ബോരെ ഖരീദ് കർ ഉസെ ഘർ വാപ്പസ് ഭേജ് ദിയ. ആ ഷീപ്പിൻ്റെ രോമം വിറ്റ് കിട്ടിയ പൈസയ്ക്ക് 100 ചാക്ക് ബാർലി മേടിച്ച് ഈ ലോൻപോകാറിൻ്റെ മകനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ ഷീപ്പിൻ്റെ കൂടെ തിരികെ ആ പെൺകുട്ടി വിട്ടു. ലോൻപോകാർ കെ ബേട്ടെ കോ ലഗാക്കി ഉസ്കെ പിതാ ബഹുത് ഖുഷ് ഹോഗി. അപ്പം ഇത്രയപ്പം ലോൻപോകാറിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പ്രശ്നം സോൾവ് ചെയ്തു. അപ്പം അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരുപാട് സന്തോഷമായിരിക്കും ഇത് കേൾക്കുമ്പോഴെന്ന്. മഗർ ഉസ്കി ആപ്പ് ബീത്തി പർ ഉൻഹോനെ ധ്യാൻ നഹി ദിയ. ആപ്പ് ബീത്തി എന്ന് വെച്ചാൽ സംഭവം. പക്ഷേ ഈ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അതായത് ലോൻപോകാർ, വലുതായിട്ടൊന്നും ഒരു ശ്രദ്ധ കൊടുത്തില്ല. വേ ഉട്കർ കമരേസെ ബാഹർ ചലേഗെ. അദ്ദേഹം മകൻ തിരിച്ചു വന്ന ശേഷം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പോയി. ദൂസരെ ദിൻ ഉൻഹോനെ അപ്നെ ബേട്ടെ കോ ബുലാക്കർ കഹ. രണ്ടാമത്തെ ദിവസം അദ്ദേഹം വീണ്ടും മകനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പിछली बार भेड़ों के बाल उतारकर बेचना मुझे जरा भी पसंद नहीं आया. പിछली बार എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ഷേപ്പിൻ്റെ എല്ലാം രോമം മുറിച്ച് വിറ്റത് എനിക്ക് ഇത്തിരി പോലും, ജരാബി പസന്ത്, എനിക്ക് ഇത്തിരി പോലും ഇഷ്ടമായില്ല. അബ് തും
ദോബാര ഉനി ഫേഡോ കോ ലേക്കർ ജാവോ. ദോബാര എന്ന് വെച്ചാൽ രണ്ടാമതും. ഇനി നീ വീണ്ടും ഇതേ ഷീപ്പുകളെ കൊണ്ട് പോകൂ. ഉൻകെ സാത്ത് ജൗ കെ 100 ബോരെ ലേക്കർ ഹി ലൗട്ട്ന. എന്നിട്ട് ഇതിനെ കൊണ്ട് വീണ്ടും പോയ ശേഷം തിരികെ ഈ 100 ഷീപ്പുകളുടെ കൂടെ 100 ചാക്ക് ബാർലിയുമായിട്ട് വേണം വീണ്ടും വരാൻ. एक बार फिर निराश ലോൻപോകാർ കാ ബേട്ട ഷഹർ മേം ഉസി ജഗ ജാ ബേട്ട. ഇത് കേട്ട് വീണ്ടും നിരാശനായി അദ്ദേഹം സിറ്റിയിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് അവിടെ ചെന്ന് ആ വിഷമിച്ച് നേരത്തെ ഇതിനു മുമ്പ് ഇരുന്നില്ലേ അതേ സ്ഥലത്ത് തന്നെ അദ്ദേഹം നിരാശനായിട്ട് ഇരുന്നു. ന ജാനെ ക്യോ ഉസേ യഖീൻ താ കി വ ലഡ്കി ഉസ്കി മദദ് കെ ലിയേ ജറൂർ ആയേഗി. അപ്പം ലോൻപോകാരൻ്റെ മകൻ വിഷമിച്ച് റോഡ് സൈഡിലിരുന്നപ്പോഴും എന്താണ്, അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, യക്കീൻ, ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്താണ്, അദ്ദേഹത്തെ കഴിഞ്ഞ പ്രാവശ്യം സഹായിച്ച ആ പെൺകുട്ടി വീണ്ടും അദ്ദേഹത്തെ സഹായിക്കാൻ ഉറപ്പായിട്ടും വരുമെന്ന്. മദത് കർണ എന്ന് വെച്ചാൽ സഹായിക്കുക, ജരൂർ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും. ഔർ ഹുവാ ബി കുച്ച് ഐസാഹി വ ലഡ്കി ആയി. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ആ പെൺകുട്ടി വന്നു. ഉസേ ഉസ്നെ അപ്നി മുഷ്കിൽ ക സുനായി. അദ്ദേഹം ലോൻപോകാരൻ്റെ മകൻ ആ പെൺകുട്ടിയോട് തൻ്റെ വിഷമാവസ്ഥ വീണ്ടും പറഞ്ഞു. അബ് തോ ബിന ജൗ കെ 100 ബോരോ കെ മേരെ പിതാ മുझे घर में नहीं घुसने देंगे. ഇനി 100 ചാക്ക് ബാർലി ഇല്ലാതെ എന്നെ എൻ്റെ അച്ഛൻ വീട്ടിൽ കയറ്റത്തില്ല. ലഡ്കി സോച്ച്കർ ബോലി ഏക് തരീക ഹൈ. ഉസ്നെ ഭേഡോ കെ സീംഗ് കാട്ട് ലിയേ. പെൺകുട്ടി ആലോചിച്ച ശേഷം പറഞ്ഞു, ഒരു ഉപായമുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടി എന്തു ചെയ്തു, ആ ഷീപ്പുകളുടെ സീങ് എന്ന് വെച്ചാൽ കൊമ്പ്, ആ ഷീപ്പുകളുടെ കൊമ്പങ്ങ് മുറിച്ചു. ഉന്നെ ബേച്ച്കർ ജോ രുപയെ മിലേ ഉൻസെ 100 ബോരെ ജൗ ഖരീദേ. ആ കൊമ്പ് വിട്ടിട്ട് എത്ര കിട്ടിയ പൈസയ്ക്ക് ആ പെൺകുട്ടി 100 ചാക്ക് ബാർലി മേടിച്ചു. बोरे लोनपोगार के बेटे को सौंप कर लड़की ने उसे घर भेज दिया. സൗംപിന എന്ന് വെച്ചാൽ കൈമാറുക. ഈ 100 ചാക്ക് ബാർലി ലോൻപോകാറിൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം, കൈമാറിയ ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഭേഡെ ഔർ ജൗ കെ ബോരെ പിതാ കെ ഹവാലെ കർത്തെ ഹുവേ ലോൻപോകാർ കാ ബേട്ട കുഷ്ത. അപ്പം ലോൻപോകാരൻ്റെ ബേട്ട ഒരുപാട് സന്തോഷവാനായിരുന്നു. എന്താണ്, അദ്ദേഹം ഈ ഷീപ്പിനെയും കൂടെ തന്നെ 100 ചാക്ക് ബാർലിയും അച്ഛൻ്റെ കസ്റ്റഡിയിൽ കൊടുത്തപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. കാര്യം ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പ്രശ്നം സോൾവ് ചെയ്തു. ഉസ്നെ വിജയീ ഭാവ് സെ സാരി കഹാനി ക സുനായി. അദ്ദേഹം വിജയീ ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അടുത്ത് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. സുൻകർ ലോൻപോകാർ ബോലെ. അത് കേട്ടിട്ട് ലോൻപോകാർ പറഞ്ഞു, ഉസ് ലഡ്കി സെ കഹോ കി ഹമേ 9 ഹാത്ത് ലംബി രാഖ് കി രസി ബനാക്കർ ദേ. രാഖ് എന്ന് വെച്ചാൽ ചാരം, രസി എന്ന് വെച്ചാൽ റോപ്പ്, കയറ്. അപ്പോൾ ലോൻപോകാർ ഇത് കേട്ട ശേഷം പറഞ്ഞു, എന്ത്, ആ പെൺകുട്ടിയോട് പറയൂ. എന്താണ്, ആ പെൺകുട്ടിയോട് പറയണം, 9 ഹാത്ത് ലംബി 9 കൈ നീളമുള്ള രാഖ് കി രസി ചാരം കൊണ്ടുള്ളൊരു കയറ് ഉണ്ടാക്കിക്കൊടുക്കാൻ ആ പെൺകുട്ടിയോട് പറയാൻ ലോൻപോകാർ തൻ്റെ മകനോട് പറഞ്ഞു. ഉൻകെ ബേട്ടേനെ ലഡ്കി കെ പാസ് ജാക്കർ പിതാ കാ സന്ദേശ് ദോഹരാ ദിയ. ദോഹരാ ദേന എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ലോൻപോകാരൻ്റെ മകൻ ഇത് കേട്ട ഉടനെ തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് തൻ്റെ പിതാവിൻ്റെ സന്ദേശം പറഞ്ഞു. ലഡ്കീനെ ഏക് ഷർത്ത് രക്കി. അപ്പോൾ പെൺകുട്ടി ഒരു കണ്ടീഷൻ വെച്ചു. ഷർത്ത് രക്കന എന്ന് വെച്ചാൽ കണ്ടീഷൻ വെക്കുക. എന്തായിരുന്നു അത്? മൈ രസി ബനാത്തോ ദൂങ്കി മഗർ തുമാരെ പിതാക്കോ വഹ് ഗലേ മേ പെഹന്നി ഹോഗി. ഞാൻ ആ കയറ് ഉണ്ടാക്കാം. മഗർ പക്ഷേ തുമാരെ പിതാക്കോ നിന്റെ അച്ഛൻ, ഗലേമേ അത് എന്താ കഴുത്തിൽ. അപ്പം നിന്റെ അച്ഛൻ ആ കയറ് കഴുത്തിൽ ധരിക്കണം. ലോൻപോകാരനെ സോച്ച ഐസി രസി ബനാന ഹി അസംഭവ് ഹേ.
അപ്പം ഇതറിഞ്ഞ ശേഷം അപ്പം ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു കണ്ടീഷനാണ് വെച്ചത്, ലോൻപോകാർ ഈ ചാരം കൊണ്ടുള്ള ഉണ്ടാക്കി കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിടണം. പെൺകുട്ടി അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഉണ്ടാക്കി കൊടുക്കുന്ന കയറ് ലോൻപോകാർ തൻ്റെ കഴുത്തിലിടണം. അപ്പം ഈ വിവരം അറിഞ്ഞപ്പോൾ ലോൻപോകാർ ഓർത്തു, എന്താണ്, ലോൻപോകാറിനെ സോച്ച ഐസി രസി ബനാനാഹി അസംഭവ് ഹേ, ഇങ്ങനെ ഒരു കയറുണ്ടാക്കുന്നതേ സംഭവ്യമല്ല. അപ്പം ഇസ്ലിയെ ലഡ്കി കി ഷർത്ത് മൻസൂർ കർലി. അപ്പം ആ ഒരു കയറുണ്ടാക്കുന്നത് അസംഭവമായതുകൊണ്ട് ലോൻപോകാർ പെൺകുട്ടിയുടെ കണ്ടീഷൻ അങ്ങ് അംഗീകരിച്ചു. കാര്യം അദ്ദേഹത്തിനറിയി പെൺകുട്ടി ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണ്ടേ അദ്ദേഹം കഴുത്തിലിടാൻ. അതുകൊണ്ട് അദ്ദേഹം ധൈര്യമായിട്ട് തന്നെ ആ കണ്ടീഷൻ അംഗീകരിച്ചു. അകലെ ദിൻ ലഡ്കീനെ 9 ഹാത്ത് ലംബി രസീലി. പിറ്റേ ദിവസം ആ പെൺകുട്ടി 9 കൈ നീളമുള്ള ഒരു കയറെടുത്തു. ഉസേ പത്തർ കെ സിൽ പർ രഖ ഔർ ജലാ ദിയ. അത് ഒരു നീണ്ട കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് അത് അങ്ങ് കത്തിച്ചു. രസി ജൽ ഗയി, കയറങ്ങ് കത്തി. മഗർ രസി കെ ആകാർ കി രാഖ് ബച്ച് ഗയി. ആ കയറങ്ങ് കത്തിപ്പോയെങ്കിലും ആ കയറിൻ്റെ ഷേപ്പിലുള്ള ചാരം അവിടെ ബാക്കിയുണ്ടായിരുന്നു. इसे वह सिल समेत लोनपोगार के पास ले गई और उसे पहनने के लिए कहा. ചാരം വെച്ചിരിക്കുന്ന ആ കല്ലോട് കൂടി തന്നെ ആ പെൺകുട്ടി എന്ത് ചെയ്തു, അത് ലോൻപോഗാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ലോൻപോഗാർ രസി ദേക്കർ ചക്കിത് രഹി. ലോൻപോഗാർ ആ കയറ് കണ്ട് അന്തിച്ചു പോയി. वे जानते थे कि राख की रस्सी को गले में पहनना तो दूर उठाना भी मुश्किल है. അതായത് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം, ഈ ചാരം കൊണ്ടുള്ള കയറ് കഴുത്തിൽ അണിയുന്നതങ്ങ് പോകട്ടെ, അതൊന്ന് എടുക്കുന്നത് പോലും, അതായത് ആ സിൽ നിന്നും അത് എടുക്കുന്നത് പോലും ഭയങ്കര കഠിനമാണ്. ഹാത്ത് ലഗാത്തേ ഹി വഹു ടൂട്ട് ജായേഗി. കൈവെക്കുമ്പോഴേ അതങ്ങ് പൊട്ടിപ്പോകും. लड़की की समझदारी के सामने उनकी अपनी चालाकी धरी रह गई. അപ്പോൾ ആ പെൺകുട്ടിയുടെ ആ കോമൺ സെൻസിന് മുമ്പിൽ ഈ ലോൻപോഗാറിൻ്റെ യുക്തി വളരെ ചെറുതായിപ്പോയി. बिना वक्त गंवाए लोनपोगार ने अपने बेटे की शादी का प्रस्ताव लड़की के सामने रख दिया. അധികം സമയം കളയാതെ ലോൻപോഗാർ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയോട് തൻ്റെ മകന് വേണ്ടി ആ പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചു. ധൂംധാം സെ ഉൻ ദോനോ കി ഷാദി ഹോ ഗയി. വളരെ ആർഭാടത്തോടുകൂടി കെങ്കേമമായി തന്നെ അതായത് ലോൻപോഗാറിൻ്റെ മകൻ്റെയും ആ പെൺകുട്ടിയുടെയും കല്യാണം നടന്നു. അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.